പുന്നപ്പുഴ എന്നൊരു ചെറിയൊരു അരുവി ഒരു വലിയ ദുരന്തമായി മാറിയ കാഴ്ച ഇതിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാം. ഇവിടെ ബസ്സൊക്കെ പോകുന്ന സമയത്ത് മനോഹരമായ ഒരു സ്ഥലമുണ്ടായിരുന്നു, സെൻറ്റിനൽ റോക്ക് എന്നായിരുന്നു പേര്. ആ സ്ഥലത്തൂടിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷം മുമ്പ് ആംബുലൻസുകളൊക്കെ ചെറിപ്പാഞ്ഞത് ഈ വഴിയാണ്. ബെയിലിപ്പാലം ഉണ്ടാവുമ്പോൾ, ബെയിലിപ്പാലം ഇല്ലെങ്കിൽ ഈ പ്രദേശത്തേക്ക് കടന്നു വരാനും കഴിയില്ല. ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റും അവരുടെ ആവലാതികളും സങ്കടങ്ങളും പറയുന്നുണ്ട്. ഈ വേലപ്പനെയും മണിയമ്മയുടെയും കഥ കൂടി നമുക്കൊന്ന് കേൾക്കണം. അവരെ ഞങ്ങളുടെ പ്രതിനിധി അഭിജിത്ത് കണ്ടിരുന്നു. ഒരു രാത്രിയിൽ ദുരന്തമുണ്ടാകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയ മനുഷ്യർ പിന്നീട് നിസ്സഹായരായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വീട് കൊടുത്താലോ 15 ലക്ഷം രൂപ കൊടുത്താലോ തിരിച്ചു പിടിക്കാൻ പറ്റുന്നതല്ല ഒരു നാട്ടിൽ നിന്ന് വേരറുത്തു മാറ്റിയ ജീവിതങ്ങൾ എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയുകയാണ് ഇവിടെ. നമുക്ക് അവരുടെ ജീവിത കഥ കൂടി ഒന്ന് കണ്ടുവരാം. വേലപ്പമ്മയും മണിയമ്മയും. ചൂരൽമലയിലെ പഴയ വില്ലേജ് റോഡിൽ ഒരു വീടുണ്ടായിരുന്നു. ആസ്ബറ്റോസ് ഷീറ്റിട്ട വീടിന് താഴെ വേലപ്പനും മണിയമ്മയും. പ്രളയജലം ഇരച്ചെത്തിയപ്പോഴാണ് വീടിനോട് വിട പറഞ്ഞ് ഇരുവരും പടിയിറങ്ങിയത്. മഴ പെയ്തുകൊണ്ടിരുന്ന രാത്രി ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരുണ്ട്. അന്ന് കിടന്നുറങ്ങി. പിന്നെ രാത്രി ഭയങ്കര ബഹളം കേട്ടു. ആ ഉരുളോട്ടിൻ്റെ ശബ്ദം കേട്ട് ഞങ്ങൾ ഉറങ്ങാതിരുന്നു. പിന്നെ നേരം വെളുക്കുമ്പോഴേക്ക് ഭയങ്കര മഴയും ഇടിച്ചിൽ പൊളിച്ച് പോയെന്നും പറഞ്ഞിട്ടാണ് വിവരം അറിഞ്ഞത്. ഞങ്ങൾ ആരുമില്ല, ഞങ്ങൾ ഒറ്റപ്പെട്ടൊരു വീട്ടിലാണ്. വീട് പൂർണ്ണമായും ഉരുളെടുക്കാത്തതിനാൽ പ്രത്യേകിച്ച് സഹായമൊന്നും ലഭിച്ചിട്ടില്ല. കാട് മൂടിയ വീട്ടിലേക്ക് എങ്ങനെ മടങ്ങുമെന്ന ചോദ്യമാണ് ബാക്കി. ഒന്നും കിട്ടുന്നില്ല, ഒരു സഹായവും കിട്ടുന്നില്ല. 3 മാസം വാടക തന്നു, 3 മാസം 9,000 കയറ്റി തന്നു. അതല്ലാതെ ഈ ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു കൊല്ലമായി അന്ന് വന്നതാണ്. പിന്നെ പുള്ളിക്കാരൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ പിന്നെയും പണിക്ക് പോകുമ്പോൾ അങ്ങോട്ട് പോകും. ചൂരൽമലയിലെ പേടിപ്പെടുത്തുന്ന ഓർമ്മകളിലേക്ക് ഇനി ഇവർക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല. ആനയിറങ്ങുന്ന കാടുമൂടിയ വീട് താമസയോഗ്യവുമല്ല. സർക്കാരിൻ്റെ കനിവ് കാത്തു കഴിയുകയാണ് വേലപ്പനും മണിയമ്മയും. വീഡിയോ ജേർണലിസ്റ്റ് അതുലാംബ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, വയനാട്. സർക്കാരിനോട് നമുക്ക് പറയാനുള്ളതും അതാണ്. വേലപ്പനും മണിയമ്മയും പറയുന്നത് കേട്ടില്ല. അവർക്ക് കൊടുക്കേണ്ട ഒരു അതിജീവനത്തിൻ്റെ തുകയുണ്ട്, സഹായമുണ്ട്. അത് കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കിനിയും മനസ്സിലാവുന്നില്ല. നമ്മൾ മാതൃകാ പുനരധിവാസം എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെയുള്ള കുറേ മനുഷ്യരെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ആ മനുഷ്യരുടെയൊക്കെ സങ്കടം സർക്കാർ കേൾക്കണം, മന്ത്രിമാർ കേൾക്കണം. ഇവിടെ ഒരു ചടങ്ങ് പോലെ ആയിത്തീരുന്നുണ്ടോ ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സംശയം ഉണ്ടാവുന്നതും അതാണ്. കാരണം ഒരു വർഷമാകുമ്പോൾ ഇവർക്ക് വേണ്ടി ഓരോ മാസത്തിലും ഇവരുടെ അദാലത്തുകൾ, ഇവരുടെ പരാതികൾ കേൾക്കാനുള്ളൊരു സംവിധാനം സ്പെഷ്യൽ ഓഫീസറെയൊക്കെ നിയോഗിച്ചു. പക്ഷെ അപ്പോഴും ഇവരുടെ ഒന്നും പ്രശ്നം കേൾക്കാൻ ആരും എത്തുന്നില്ല. അവർ പരാതിയുമായി നമ്മുടെ അടുത്തേക്കല്ല വരേണ്ടത്, അവരിലേക്കാണ് നമ്മൾ പോകേണ്ടത് പരാതി കേൾക്കാൻ. അതെന്തുകൊണ്ടാണ് സർക്കാരിന് കഴിയാത്തതെന്ന് നമുക്കിനിയും എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ചെറുതല്ലല്ലോ, 770 കോടി രൂപ നമ്മളുടെയൊക്കെ വരുമാനത്തിൻ്റെ ഭാഗമായി സർക്കാരിന് കൊടുത്തിട്ടില്ലേ ഈ ചൂരൽമല മുണ്ടക്കയിലെ മനുഷ്യർക്ക് വേണ്ടി. അതിൽ ഒരു നല്ല ശതമാനം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവരുടെ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ.